എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥ തുടരുകയാണ്. അടുത്ത 4-ാം അധ്യായമാണ്. ചതുർത്ഥോധ്യായ. ഗോകർണോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്ന 4-ാം അധ്യായം. സൂതൻ പറഞ്ഞു, വിഷ്ണുഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ സാധാരണ ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഭക്തി പാരവശ്യം കണ്ട് ഭഗവാൻ വിഷ്ണു അത്യധികം സന്തുഷ്ടനായി അദ്ദേഹം വൈകുണ്ഠത്തെ വെടിഞ്ഞ് മേഘശ്യാമള കോമളനായും വനമാല, പീതാംബരം, പൊന്നരഞ്ഞാണം, കൗസ്തുഭം, സ്വർണക്കിരീടം, ഓടക്കുഴൽ എന്നിവയെ ധരിച്ചും ദേഹത്തിൽ ഹരിചന്ദനം പൂശിയും പരമാനന്ദത്തെ ജനിപ്പിക്കുന്നതും ത്രിവലി ചേർന്നതും, അതായത് ഉദരത്തിൽ 3 വലയങ്ങൾ ചേർന്നതുമായ മനോഹര സ്വരൂപത്തോടുകൂടി പരിശുദ്ധമായ സ്വഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ഉദ്ധവൻ തുടങ്ങിയ വൈകുണ്ഠവാസികളായ ഭക്തന്മാരും കഥാശ്രവണത്തിനായി ഗൂഢരൂപികളായി അഥവാ വേഷപ്രച്ഛന്നരായി അവിടെ എത്തിച്ചേരുകയുണ്ടായി. ഭക്തിരസത്തിന് അലൗകികത നൽകുമാറ് ജയ ജയ ശബ്ദം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. സുഗന്ധ ചൂർണങ്ങളും പുഷ്പങ്ങളും വർഷിക്കപ്പെട്ടു. ശംഖനാദം തുടർച്ചയായി കേൾക്കപ്പെട്ടു. ആ സഭയിൽ കൂടിയവരെല്ലാം ഗൃഹം, ദേഹം, സ്വാത്മാവ് തുടങ്ങിയ സർവ്വതിനെയും വിസ്മരിക്കപ്പെട്ടിരിക്കുന്നത് കണ്ട് നാരദമുനി ഇപ്രകാരം പറയുകയുണ്ടായി. അല്ലയോ മുനീശ്വരന്മാരെ, സപ്താഹത്തിൽ നിന്ന് ഉണ്ടായതായി ഞാൻ കണ്ട ഈ മഹിമ അലൗകികം തന്നെ. മൂഢരും ഷഠരുമായ മനുഷ്യർ മാത്രമല്ല, പശുപക്ഷി മൃഗാദികൾ പോലും പാപവിമുക്തരായി തീർന്നിരിക്കുന്നു. കലിയുഗത്തിൽ മനഃശുദ്ധി നേടുന്നതിനും പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നതിനും ഭാഗവത കഥയ്ക്ക് സമാനമായ മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല എന്ന് ഉറപ്പായിരിക്കുന്നു. അല്ലയോ മുനീന്ദ്രന്മാരെ, കഥാമയമായ സപ്താഹയജ്ഞം കൊണ്ട് ആരെല്ലാമാണ് വിശുദ്ധിയെ പ്രാപിക്കുന്നതെന്ന് പറഞ്ഞു തരേണമേ. ലോകഹിതാർത്ഥം കൃപാലുക്കളായ നിങ്ങൾ പുതിയൊരു മാർഗത്തെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. സനകാദികൾ പറഞ്ഞു, പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ, ദുരാചാരനിരതർ, ദുർമാർഗ തൽപരർ, ക്രോധശീലർ, കുടിലബുദ്ധികൾ, കാമാസക്തർ തുടങ്ങിയവരെല്ലാം സപ്താഹശ്രവണം കൊണ്ട് പരിശുദ്ധരായിത്തീരുന്നു. സത്യം വെടിഞ്ഞവർ, മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നവർ, ദുർമോഹികൾ, ആശ്രമധർമ്മം വെടിഞ്ഞവർ, ദംഭം, മാത്സര്യം, ഹിംസ മുതലായവ കൊണ്ട് ദുഷിച്ചവർ തുടങ്ങിയവരെല്ലാം സപ്താഹയജ്ഞ ശ്രവണം കൊണ്ട് പരിശുദ്ധരായിത്തീരുന്നു. ബ്രഹ്മഹത്യ തുടങ്ങിയ പഞ്ചമഹാപാപങ്ങൾ തുടങ്ങിയവ ചെയ്തവരും. ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പ്രകാരം ഏറ്റവും ഗൗരവമേറിയ 5 പാപങ്ങളെയാണ് പഞ്ചമഹാപാപങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ബ്രഹ്മഹത്യ, അതായത് ഒരു ബ്രാഹ്മണനെ അല്ലെങ്കിൽ വേദജ്ഞനെ കൊല്ലുക. ഇതാണ് ബ്രഹ്മഹത്യ. രണ്ടാമത്തേത് സുരാപാനം, അതായത് മദ്യം കഴിക്കുക. മൂന്നാമത്തേത് സുവർണസ്തേയം, അതായത് സ്വർണം മോഷ്ടിക്കുക. നാലാമത്തേത് ഗുരുതൽപഗമനം, അതായത് ഗുരുവിൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തുക. അഞ്ചാമത്തേത് ഈ 4 പാപങ്ങളിൽ ഏതെങ്കിലും ചെയ്തവരുമായി ബന്ധം പുലർത്തുക അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കുക. ഇതൊക്കെയാണ് പഞ്ചമഹാപാപങ്ങൾ. ഈ പഞ്ചമഹാപാപങ്ങൾ ചെയ്തവരും ചതിയും വഞ്ചനയും അസത്യവും തൊഴിലാക്കിയവരും ക്രൂരചിത്തരും പിശാചുക്കളെ പോലെ പെരുമാറുന്നവരും ബ്രാഹ്മണധനം മോഷ്ടിച്ച് ജീവിക്കുന്നവരും വ്യഭിചാരം തൊഴിലാക്കിയവരും എല്ലാം സപ്താഹശ്രവണം കൊണ്ട് ശുദ്ധരായിത്തീരുന്നു. ശരീരം, മനസ്സ്, വാക്ക് തുടങ്ങിയവ കൊണ്ട് നിത്യവും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും ഷഠന്മാരും
പരധനം മോഷ്ടിച്ച് ജീവിക്കുന്നവരും മലിനമായ ചിത്തത്തോടു കൂടിയവരും ദുർവിചാരത്തോടു കൂടിയവരും എല്ലാം കലിയുഗത്തിൽ സപ്താഹശ്രവണം കൊണ്ട് ശുദ്ധരായിത്തീരുന്നു. അല്ലയോ മഹാമുനെ, ഇതിനെ സംബന്ധിച്ച് ഞാൻ പുരാതനമായ ഒരു ഇതിഹാസത്തെ കേൾപ്പിക്കാം. ഇതിൻ്റെ ശ്രവണം കൊണ്ട് തന്നെ സർവപാപങ്ങളും നശിച്ചു പോകും. തുംഗഭദ്രാ നദിയുടെ തീരത്താണ് ഈ കഥ നടക്കുന്നത്. തുംഗഭദ്രാ നദി പ്രധാനമായും കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. കർണാടകയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഒഴുകുന്ന തുംഗ, ഭദ്ര എന്നീ 2 നദികൾ കൂഡിലി എന്ന സ്ഥലത്ത് വെച്ച് സംഗമിച്ചാണ് തുംഗഭദ്ര എന്ന പേരിൽ രൂപപ്പെടുന്നത്. പിന്നീട് കർണാടകയിലൂടെയും തുടർന്ന് ആന്ധ്രാപ്രദേശിലൂടെയും ഒഴുകി ഒടുവിൽ കൃഷ്ണാനദിയിൽ ലയിക്കുന്നു. തുംഗഭദ്രാ നദി കർണാടകയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഏകദേശം 531 കിലോമീറ്ററോളം ഒഴുകിയ ശേഷമാണ് കൃഷ്ണാനദിയിൽ ചേരുന്നത്. കർണാടകയിൽ നിന്ന് ഏകദേശം 382 കിലോമീറ്റർ ഒഴുകുകയും പിന്നീട് കുറച്ചു ദൂരം കർണാടകയും ആന്ധ്രാപ്രദേശും തമ്മിലുള്ള അതിർത്തിയായി മാറുകയും ചെയ്യുന്നു. അതിനുശേഷം ആന്ധ്രാപ്രദേശിലൂടെ 91 കിലോമീറ്ററോളം ഒഴുകി ഒടുവിൽ കൃഷ്ണാനദിയിൽ എത്തിച്ചേരുന്നു. ചരിത്രപ്രസിദ്ധമായ ഹംപി ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തുംഗഭദ്രാ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കർണാടകയിലെ ഹരിഹര. ഇവിടെയാണ് പ്രസിദ്ധമായ ഹരിഹര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് തുംഗഭദ്ര നദിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം. ഇനി കഥ വളരെ നീണ്ട ഒരു കഥയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ കഥ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.